ഇവിടെയുള്ള പൊതുവിദ്യാലയങ്ങളിലൂടെ ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനുമെല്ലാം അവരവന്റെ മക്കളെ വളരെ സ്വസ്ഥതയോടുകൂടി പറഞ്ഞയക്കുന്ന പൊതുവിദ്യാലയത്തിൽ നാളെ മുതൽ കുരിശുമാല ധരിച്ച് വരണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത് ശരിയാവുമോ? നമ്മൾ പറയാം അത് ശരിയല്ല. അത് ശരിയല്ല. കാരണം എല്ലാവരുടെയും മക്കൾ വരുന്നതല്ല. അപ്പൊ അവിടെ ഒരു മതത്തിന്റെ കാര്യം മാത്രം അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല നമ്മൾ പറയും. നാളെ മുതൽ സർക്കാർ വിദ്യാലയങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് തുടങ്ങണം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളായ നമ്മൾ പോലും പറയൂലേ അത് ശരിയല്ല. കാരണം അവിടെ ഹിന്ദുക്കളും ക്രൈസ്തവരും എല്ലാവരും വരുന്നതല്ലേ, അതിലൊന്നും താല്പര്യമില്ലാത്തവരുണ്ടാവൂലേ, അതുകൊണ്ട് ഖുർആൻ പാരായണം നിർബന്ധാക്കുക എന്ന് പറയുന്നൊന്നും ശരിയല്ല എന്ന് നമ്മൾ പറയും അല്ലേ? ഇങ്ങനെ ഏതു മതത്തിന്റെ ആചാരങ്ങളും അതിന്റെ വിശ്വാസങ്ങളും പൊതുവിദ്യാലയത്തിലൂടെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എങ്കിൽ അറിഞ്ഞുകൊള്ളുക, നമ്മൾ പൊതുവെ അത്തരം കാര്യങ്ങൾ വിദ്യാലയങ്ങളിൽ നിന്നും മാറ്റിവെക്കാറുണ്ട്. പക്ഷേ പൊതുവിദ്യാലയങ്ങളിൽ നിന്നും അതൊക്കെ മാറ്റിവെക്കുന്നുണ്ടെങ്കിലും ഈ ലിബറൽ മതത്തിന്റെ ആശയങ്ങളും ആ ലിബറൽ മതത്തിന്റെ സിദ്ധാന്തങ്ങളും അതിന്റെ ലോകവീക്ഷണവും വളരെ സമർത്ഥമായി കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പല രൂപത്തിലുള്ള വഴികൾ, അത് ടെക്സ്റ്റ് ബുക്കുകളിലൂടെ, ആക്ടിവിറ്റികളിലൂടെ, പലതരത്തിലുള്ള രൂപത്തിൽ അത്തരമൊരു കൾച്ചർ, അത്തരമൊരു സിദ്ധാന്തം, അത്തരമൊരു സംസ്കാരം നമ്മുടെ മക്കളെ പഠിപ്പിക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമം നടക്കുന്നു എന്നിടത്താണ് ഈ വിയോജിപ്പിന്റെ മർമ്മം. ഇത് മനസ്സിലാക്കാതെ നമ്മൾ സൂംബ സാമ്പ എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല.